നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ചധികം വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പം മെയിൻ ഹെഡ്ലൈൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇസ്രോസ് SSLV സക്സസ്ഫുള്ളി ലോഞ്ചസ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഇൻ ഓർബിറ്റ് എന്നുള്ളതാണ്. GS3 വരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ കൂടാതെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ഒരു എഡിറ്റോറിയൽ പേജിലെ ഒരു ആർട്ടിക്കിൾ ആയിരുന്നു അപ്പത്തി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞത്. ഇത് മങ്കി പോക്സുമായിട്ട് ബന്ധപ്പെട്ട് GS2 and 3, അതായത് 2-നകത്ത് സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു ആംഗിൾ ഉണ്ട് ഇതിനകത്ത്. വാക്സിൻ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ അതുപോലെ ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പം വാക്സിന്റെ അവൈലബിലിറ്റി കുറവാണെന്നുള്ള ഒരു രീതിക്കുള്ള ഒരു ന്യൂസ് ആയിരുന്നത്. പിന്നെ കൂടാതെ GS3 എന്താണ് എംബോക്സ് ആ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വാർത്തയായിരുന്നു. പിന്നെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലും അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ GS3 എൻഷുറിംഗ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ദ ബ്യൂറോക്രസി. GS2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോഷ്യൽ ജസ്റ്റിസിന്റെ പാർട്ടിൽ. പിന്നെ അതുപോലെ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ന്യൂസ്, ഇസ്രോസ് SSLV സക്സസ്ഫുള്ളി ലോഞ്ചസ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഇൻ ഓർബിറ്റ്. GS3 സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് വരുന്ന ന്യൂസ് ആണ്. നമുക്ക് അറിയാം SSLV D3 ലിഫ്റ്റ്സ് ഓഫ് ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത്. അപ്പൊ ആ അച്ചീവ്മെന്റ്സ് ഒക്കെ നമ്മൾ GS3 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഇസ്രോ ലോഞ്ചസ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് EOS-08. EOS എന്ന് പറയുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് ഹാസ് ബീൻ ലോഞ്ച്ഡ് അണ്ടർ SSLV D3 EOS-08 മിഷൻ ബൈ ദ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. അതാണ് SSLV എന്ന് പറയുന്നത്, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ D3. അതിൽ നിന്നാണ് ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്രം സതീഷ് ധവാൻ Space Center, Sriharikota. Mission configuration is set to operate in circular low Earth observation at an altitude of 475 kilometer. അപ്പം അതിന്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെയാണ്. അത് ഇച്ചിരി ടെക്നിക്കൽ ടേംസ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് പറഞ്ഞിരിക്കുന്ന എത്രയാണ്, ലോ എർത്ത് ഓർബിറ്റിലേക്കാണ് ഇതിപ്പം ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 475 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിൽ വിത്ത് എ മിഷൻ ലൈഫ് ഓഫ് 1 year. ഒരു വർഷമാണ് ഇതിന്റെ മിഷന്റെ ലൈഫ് എന്ന് പറയുന്നത്. SR0 ഡെമോസാറ്റ് വാസ് ഓൾസോ ഓൺ ബോർഡ് വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ സ്പേസ് കിഡ്സ് ഇന്ത്യ. ഒരു സാറ്റലൈറ്റും കൂടെ അതിന്റെ കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, SR0 ഡെമോസാറ്റ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. EOS-08 മിഷന്റെ ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ് എ മൈക്രോ സാറ്റലൈറ്റ്. പിന്നെ ക്രിയേറ്റിംഗ് പേലോഡ് ഇൻസ്ട്രുമെന്റ്സ് കോമ്പാറ്റബിൾ വിത്ത് ദ മൈക്രോ സാറ്റലൈറ്റ് ബസ്. പിന്നെ ഇൻകോപ്പറേറ്റിംഗ് ന്യൂ ടെക്നോളജീസ് റിക്വയർഡ് ഫോർ ഫ്യൂച്ചർ ഓപ്പറേഷണൽ സാറ്റലൈറ്റ്സ്. ഇത് മൂന്നുമാണ് EOS-08 മിഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ പേലോഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പേലോഡ്സ് ഓഫ് EOS-08 മിഷൻ: ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് പേലോഡ്, EOIR പേലോഡ്. അത് എന്താണ് നമുക്ക് നോക്കാം. ടു ടേക്ക് ഇമേജസ് ഇൻ മിഡ് വേവ് ആൻഡ് long wave infra monitoring band for applications like disaster, environmental monitoring, etc. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജി പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതിന്റെ യൂസസ് എന്താണ്, നമ്മൾ പലപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത് EOS-08 മിഷൻ കൊണ്ട് നമുക്ക് ഡിസാസ്റ്റർ എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് നടത്താം. പിന്നെ താഴോട്ട് പല പല പേലോഡ്സ് കൊടുത്തിട്ടുണ്ട്. മെഷറിംഗ് ഓഷ്യൻ വിൻസ്, സോയിൽ മോയ്സ്ചർ, ഹിമാലയൻ ക്രയോസ്ഫിയർ. ഇതിൽ ഏതൊക്കെയാണ് EOS-08 യൂസസ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞു GNS അല്ലെങ്കിൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, GNSS റിഫ്രാക്ട്രോമെട്രി പേലോഡ്. അത് വേറൊരു പേലോഡാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയാണ്. റിമോട്ട് സെൻസിങ് കൊണ്ട് ഓഷ്യൻ വിൻസ് അളക്കാൻ പറ്റും. പിന്നെ കൂടാതെ സോയിൽ മോയ്സ്ചർ അളക്കാൻ പറ്റും. ഹിമാലയൻ ക്രയോസ്ഫിയർ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് SIC UV ഡോസിമീറ്റർ. ഇത് ഉപയോഗിച്ച് നമുക്ക് UV ഇറേഡിയൻസ് അറ്റ് ഗഗൻയാൻ മിഷൻ ക്രൂ മോഡ്യൂൾ വ്യൂപോർട്ട് സെർവിങ് ആസ് എ ഹൈ ഡോസ് അലാം സെൻസർ ഫോർ ആസ്ട്രോണറ്റ് സേഫ്റ്റി. ഇത് ഉപയോഗിച്ച്, ഈ ഡോസിമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് അലാം സെൻസർ ഒക്കെ കൊടുക്കാൻ പറ്റും ഫോർ ആസ്ട്രോണറ്റ് സേഫ്റ്റി. പിന്നെ അടുത്തതായിട്ട് അബൌട്ട് എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ്സ്, EOS എന്താണെന്ന് നമുക്ക് നോക്കാം. എർത്ത് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് ആർ ഡിസൈൻഡ് ഫോർ എർത്ത് ഒബ്സർവേഷൻ ഫ്രം ഓർബിറ്റ്. ഒരു ഓർബിറ്റിൽ നിന്നുകൊണ്ട് എർത്തിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. EO refers to collecting information about activities on Earth, both natural and artificial, including physical, chemical, biological and ഹ്യൂമൻ സിസ്റ്റംസ്. അപ്പം ഇതും EOSന്റെ ഒരു യൂസ് ആണ്. ഇതും നമ്മൾ ഓർത്ത് വെക്കുക. കാരണം ഞാൻ പറഞ്ഞു ഇതിന്റെ യൂസസ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ആപ്ലിക്കേഷൻസ് നോക്കാം. യൂസ്ഡ് ഇൻ ഏർലി വാർണിംഗ് സിസ്റ്റംസ്,
പിന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് മോണിറ്ററിംഗ്, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് എബൌട്ട് SSLV, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ D3, അതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇത് തേർഡ് ഡെവലപ്മെന്റൽ ഫ്ലൈറ്റ് ആണ് SSLVയുടെ. SSLV ഈസ് കേപ്പബിൾ ഓഫ് ലോഞ്ചിങ് മിനി, മൈക്രോ ആൻഡ് നാനോ സാറ്റലൈറ്റ്സ്. 10 മുതൽ 500 കിലോഗ്രാം മാസ് ഉള്ള ലോഞ്ചിങ് വെഹിക്കിൾ, അല്ലെങ്കിൽ 10 മുതൽ 500 കിലോഗ്രാം മാസ് ഉള്ള സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ് SSLV, അല്ലെങ്കിൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇൻറ്റു 500 കിലോമീറ്റർ പ്ലാനാർ ഓർബിറ്റ്. അപ്പം 500 കിലോമീറ്റർ സ്ഥിതി ചെയ്യുന്ന പ്ലാനാർ ഓർബിറ്റിലേക്കായിരിക്കും ഈ സാറ്റലൈറ്റ്സ് അയക്കുക. ഇറ്റ് യൂസസ് 3 സോളിഡ് ഫ്യൂവൽ ബേസ്ഡ് സ്റ്റേജസ്. ഇത് നമ്മൾ ഓർത്ത് വെക്കുക. ഇതൊക്കെ ആയിരിക്കും പ്രിലിംസി അടുത്ത ഒരു ലെവലിൽ ചോദിക്കാൻ പോകുന്നത്. യുഎസിന്റെ യൂസേഴ്സ് ചോദിക്കും, പിന്നെ സെക്കൻഡറി ആയിട്ട് ചോദിക്കാൻ പോകുന്നത് ഇത് എന്ത് ടൈപ്പ്, ഇതിന്റെ ഈ മാസ്, ആ റേഞ്ച് ചോദിക്കും, പിന്നെ ഇതിന്റെ ഓർബിറ്റിന്റെ റേഞ്ച് ചോദിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും. ഇത് കൂടാതെ ഇത് എത്ര സ്റ്റേജ് ഉള്ള ഓർബിറ്റ് ആണ്. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3 സോളിഡ് ഫ്യൂവൽ ബേസ്ഡ് സ്റ്റേജസ്. അപ്പം 3 സോളിഡ് ഫ്യൂവൽ ബേസ്ഡ് സ്റ്റേജസും ആൻഡ് എ ഫൈനൽ ലിക്വിഡ് ഫ്യൂവൽ ബേസ്ഡ് സ്റ്റേജ്. അപ്പം സോളിഡ് സ്റ്റേജും ഉണ്ട്, ലിക്വിഡ് ഫ്യൂവൽ സ്റ്റേജും ഉണ്ട്. ഓക്കെ. പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് നോക്കാം. ലോ കോസ്റ്റ് ആണ്, ലോ ടേൺ അറൗണ്ട് ടൈം ആണ്. നമുക്കറിയാം PSLV എന്നൊക്കെ പറഞ്ഞാൽ അത് വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്, ലോ കോസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ ലോ ടേൺ അറൗണ്ട് ടൈം ആയിരിക്കും, ഫ്ലെക്സിബിലിറ്റി ഇൻ അക്കോമഡേറ്റിംഗ് മൾട്ടിപ്പിൾ സാറ്റലൈറ്റ്സ്, പിന്നെ ലോഞ്ച് ഓൺ ഡിമാൻഡ് ഫീസിബിലിറ്റി, മിനിമൽ ലോഞ്ച് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ്. ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പത്തി കണ്ടിന്യൂസ് എന്നായിരുന്നു. GS3 സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് വരുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. WHO ഞാൻ പറഞ്ഞു എംപോക്സിനെ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ, അല്ലെങ്കിൽ PHEIC, ആ സ്റ്റാറ്റസ് 2ാം തവണയും കൊടുത്തു. ഇൻ 2 years ഫോളോയിങ് ഇറ്റ്സ് ഔട്ട്ബ്രേക്ക് ഇൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. നമുക്ക് ഈ കോങ്കോയുടെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള പ്രിലിംസി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ കോങ്കോ റിവർ ഏതിലൂടെയൊക്കെയാണ് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കോങ്കോ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ബൗണ്ടറീസ് ആയിട്ട് വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ആ രീതിക്കൊക്കെ. അല്ലെങ്കിൽ ഈ കോങ്കോ ബേസിനിൽ പെടുന്ന ഇവിടെ എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ ഇവിടെ ചില രാജ്യങ്ങളിൽ നമുക്കറിയാം കൂപ്പ് നടക്കാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലപ്പോഴും പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്നതാണ്. സോ ഈ കോങ്കോ എന്നൊക്കെ പറയുന്ന രാജ്യവും ഇമ്പോർട്ടന്റ് ആണ് ജോഗ്രഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ ആഫ്രിക്ക ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു രാജ്യമാണ്. സോ ഈ ഏരിയയിൽ വരുന്ന ന്യൂസസും അല്ലെങ്കിൽ തന്നെ ഈ എംപോക്സ് ഒരു കൺസേൺ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഹാസ് ഡിക്ലെയർഡ് എംപോക്സ് ആസ് എ public health emergency of international concern, PHEIC. The World Health Organization, WHO, has once again declared mpox a public health emergency of international concern, PHEIC, due to an ongoing outbreak in the Democratic Republic of Congo, DRC, that has spread to over a dozen African countries. This follows a previous PHEIC declaration for a different mpox outbreak in 2022. ഇതിപ്പോ 2ാമത്തെ തവണയാണ് ഈ ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നത്. 2022 ഒരു ഡിഫറെന്റ് എംപോക്സിന്റെ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്താണ് 2ാമത്തെ തവണയാണ് ഉണ്ടാകുന്നതെന്നല്ല, 2ാമത്തെ തവണയാണ് ഇതിനെ എന്താണ് PHEIC കാറ്റഗറിയിലേക്ക് WHO ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ. The current outbreak driven by a more severe clade 1b virus, കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള ഒരു സ്ട്രെയിൻ ആണ് ഇവിടെ അഫക്ട് ചെയ്തേക്കുന്നത്. clade 1b വൈറസ് എന്ന് പറയും. has resulted in 2,863 cases and 570 deaths, with a significant number of infections in children under 15 in the DRC, Democratic Republic of Congo. There is a severe shortage of vaccines, with only 0.21 million doses available against a needed 10 million. 10 മില്യൺ ആവശ്യമാണ്, പക്ഷേ 0.21 മില്യൺ ഡോസസ് വളരെ കുറവാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് സിവിയർ ആയിട്ടുള്ള വാക്സിൻ ഷോർട്ടേജ് ആണ് അവിടെ അഫക്ട് ചെയ്യുന്നത്. ആൻഡ് ആഫ്രിക്ക ഫേസസ് ഡിലേസ് ഇൻ റിസീവിംഗ് അഡിക്വേറ്റ് വാക്സിൻ സപ്ലൈസ് അൺടിൽ അറ്റ്ലീസ്റ്റ് 2025. ഇതുവരെ എന്താ ആഫ്രിക്കയിൽ ഒരു ഡിലേ ഉണ്ടാവും ഇൻ റിസീവിംഗ് അഡിക്വേറ്റ് വാക്സിൻസ്. ഓക്കെ. വാട്ട് ഈസ് PHEIC? നമുക്ക് എന്താണ് പ്രിലിംസ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് PHEIC എന്താണെന്ന് നമുക്ക് നോക്കാം. PHEIC is a formal declaration by the WHO under the International Health Regulations 2005. International Health Regulationsന്റെ കീഴിലാണ് ഈ PHEIC ഫോർമലി WHO ഡിക്ലെയർ ചെയ്യുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ആൻ എക്സ്ട്രാ ഇവന്റ്. ഇതൊരു എക്സ്ട്രാ ഇവന്റ് ആണ്, പോസിംഗ് എ പബ്ലിക് ഹെൽത്ത് റിസ്ക് ത്രൂ ദ ഇന്റർനാഷണൽ സ്പ്രെഡ് ഓഫ് ഡിസീസ്, പൊട്ടൻഷ്യലി റിക്വയറിംഗ് എ കോർഡിനേറ്റഡ് ഗ്ലോബൽ റെസ്പോൺസ്. ഇതെന്താണ്, പ്രിവെന്റ് ചെയ്തില്ലെങ്കിൽ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഇതിനെ
ടാക്കിൾ ചെയ്തില്ലെങ്കിൽ ഇത് ഇന്റർനാഷണലി സ്പ്രെഡ് ആകാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ഡിസീസാണ്. ഭാവിയിൽ ചിലപ്പോൾ കൊറോണ പോലെ COVID-19 പോലെ ആളുകളെ അഫക്ട് ചെയ്യാൻ ചാൻസസ് ഉള്ള ഒരു ഡിസീസാണ്. സോ അതുകൊണ്ടാണ് PHEIC ആയിട്ട് നമ്മുടെ ഈ എംപോക്സിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്രൈറ്റീരിയ ഫോർ PHEIC എന്താണ് ക്രൈറ്റീരിയാസ് നമുക്ക് നോക്കാം. സീരിയസ് ആൻഡ് അൺയൂഷ്വൽ ഇവന്റ്, സീരിയസ് ആയിരിക്കണം, അൺയൂഷ്വൽ ആയിരിക്കണം, പോസസ് എ സിഗ്നിഫിക്കന്റ് പബ്ലിക് ഹെൽത്ത് റിസ്ക്. പിന്നെ അടുത്തത് ക്ലോസ് ബോർഡർ ഇംപ്ലിക്കേഷൻസ്, അഫക്ട്സ് മോർ ദാൻ വൺ കൺട്രി. ഒന്ന് കൂടുതൽ രാജ്യങ്ങളെ അഫക്ട് ചെയ്താൽ എന്താണത്, അത് PHEIC പെടും. പിന്നെ കൂടാതെ ഇന്റർനാഷണൽ റെസ്പോൺസ് നീഡഡ്, ഇത് ഒറ്റ രാജ്യത്തിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. റിക്വയർസ് ഇമ്മീഡിയറ്റ് ഗ്ലോബൽ കോർഡിനേഷൻ. പർപ്പസ് mobilizes resources, raise awareness and coordinates efforts to manage and contain the threat. എന്താണ് എംപോക്സ് എന്ന് നമുക്ക് നോക്കാം. ഇതും പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമാണ്. എംപോക്സ് ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ ദ ഓർത്തോപോക്സ് വൈറസ് റിലേറ്റഡ് ടു ദ സ്മോൾ പോക്സ് വൈറസ്. ഇത് സ്മോൾ പോക്സ് വൈറസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ്. കോസ്ഡ് ബൈ ഓർത്തോപോക്സ് വൈറസ്, ഫസ്റ്റ് ഡിറ്റക്ടഡ് ഇൻ ഹ്യൂമൻസ് ഇൻ 1970. ഇറ്റ് ഈസ് എൻഡമിക് ഇൻ സെൻട്രൽ ആൻഡ് വെസ്റ്റ് ആഫ്രിക്ക. ഓക്കെ, എൻഡമിക് ആണ്, അവിടെ മാത്രം കാണുന്നതായിരുന്നു. ഫസ്റ്റ് ഡിറ്റക്ടഡ് ഇൻ എന്താണ് ഹ്യൂമൻസ് ഇൻ 1970 ആൻഡ് ഇറ്റ് ഈസ് എൻഡമിക് ഇൻ സെൻട്രൽ ആൻഡ് വെസ്റ്റ് ആഫ്രിക്ക. ട്രാൻസ്മിഷൻ സ്പ്രെഡ് ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻസ്, സൂവോനോട്ടിക് ആണ്, ആനിമൽസിൽ നിന്ന് ഹ്യൂമൻസിലേക്ക് പോകും. ആൻഡ് ബിറ്റ്വീൻ ഹ്യൂമൻസ് വയ ക്ലോസ് കോണ്ടാക്ട് വഴി ഹ്യൂമൻസിലും സ്പ്രെഡ് ആകും പരസ്പരം. റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴി ഉണ്ടാകും, ഓർ കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ്. ഓക്കെ, ഏകദേശം നമ്മുടെ ഒരു കോവിഡിന്റെ ഒക്കെ ഒരു സിമിലർ ട്രാൻസ്മിഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഇങ്ങനെ ഒരു ഡിസീസ്, നമ്മൾ ഇങ്ങനെ ഒരു സ്പ്രെഡ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് എൻഡമിക് ആണോ, എവിടെയാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്, ഇതിന്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, ഇതിന്റെ സിംറ്റംസ് എന്താണ്, ഇതിന്റെ വാക്സിനേഷൻ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ മനസ്സിലാക്കുന്നത്. ഇനി സിംറ്റംസ് നമുക്ക് നോക്കാം. ഫീവർ, റാഷ്, സ്വോളൻ ലിംഫ് നോഡ്സ് ക്യാൻ ലീഡ് ടു സിവിയർ കോംപ്ലിക്കേഷൻസ് ഓർ ഡെത്ത്. ഓക്കെ, ഇനി അടുത്തത് വാക്സിനേഷൻ നമുക്ക് നോക്കാം. WHO recommends vaccines widely used in Nigeria and the Democratic Republic of Congo to control outbreaks. അപ്പം WHO recommend ചെയ്യുന്നുണ്ട് vaccines widely used in Nigeria and Democratic Republic of Congo to control outbreaks. അടുത്തതായിട്ട് റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ റീസെന്റ് ഇയേഴ്സ് ദർ ഹാസ് ബീൻ ആൻ ഇൻക്രീസ് ഇൻ എംപോക്സ് കേസസ്, ഇൻക്ലൂഡിംഗ് ദ എമർജൻസ് ഓഫ് ന്യൂ സ്ട്രെയിൻസ് സച്ച് എസ് Clade 1b. ഇപ്പം വന്നിരിക്കുന്ന Clade 1b ആണ്, which has spread to countries outside of its typical endemic regions. Endemic region എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അത് കണ്ടിരുന്ന ആ റീജിയൻസ് അവിടെ മാത്രം കണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ എന്താണ്, മറ്റു രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. This led to the declaration of mpox as a public health emergency of international concern, PHEIC status അവർക്ക് കിട്ടിയിരിക്കുകയാണ്, due to potential for widespread impact. ഇനി അടുത്ത ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. എൻഷുറിംഗ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ദ ബ്യൂറോക്രസി. GS2വിനകത്ത് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ ഡ്യൂറിംഗ് എ പാർലമെന്ററി അഡ്രസ് ഓൺ July 29, 2024 പാർലമെന്റിൽ നടന്ന ഒരു അഡ്രസ്സിൽ നമ്മുടെ ഒപ്പോസിഷൻ ലീഡർ എന്ത് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്തു ലാക്ക് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഓഫീസേഴ്സ് ഇൻവോൾവ് ഇൻ ദ 2024 ബഡ്ജറ്റ് പ്രപ്പോസൽസ്, ഹൈലൈറ്റിംഗ് ദ minimal representation of marginalized group in significant government roles. അപ്പം ഇത് GS2വിനകത്ത് സോഷ്യൽ ജസ്റ്റിസ്, വൾണറബിൾ പോപ്പുലേഷൻ, ആ ഒരു ഏരിയയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ മാർജിനലൈസ്ഡ് ഗ്രൂപ്പിന്റെ റെപ്രസെന്റേഷൻ വളരെ മിനിമൽ ആണെന്നാണ് കാണിക്കുന്നത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് റോളുകളിൽ. ഇൻ റെസ്പോൺസ് ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ pointed out the absence of such representatives in the Rajiv Gandhi Charitable Foundation and Trust and Foundation. ഇത് ജസ്റ്റ് ഒരു എന്താണ്, അതൊരു പൊളിറ്റിക്കൽ വ്യൂ ആണ്, നമ്മൾ അത് നോക്കണ്ട. പക്ഷേ എന്താണ് മിനിമൽ റെപ്രസെന്റേഷൻ ഓഫ് മാർജിനൽ ഗ്രൂപ്പ്സ് ഇൻ സിഗ്നിഫിക്കന്റ് ഗവൺമെന്റ് റോൾസ്, അതാണ് നമ്മുടെ ഇവിടുത്തെ ഇഷ്യൂ ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പൊളിറ്റിക്കൽ ഫേസറ്റ്സ് ഒക്കെ നമ്മൾ മാറ്റി വെക്കുകയാണ്. നമ്മൾ ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ വീക്ഷിക്കാം. The core issue, however, is the continued dominance of upper caste individuals in senior civil service post. Senior civil service പൊസിഷനിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്. പാർലമെന്ററി റെസ്പോൺസ് revealed that out of 322 joint secretaries and secretaries, only a small percentage are from reserved categories. അപ്പം 322 ജോയിന്റ് സെക്രട്ടറീസിന്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ only a small percentage are from reserved categories, SC, ST and other backward classes, scheduled caste, scheduled tribe and OBCs. ഇതിലെല്ലാം എന്താണ് ഇതിൽ നിന്ന് വരുന്ന
ഈ ജോയിന്റ് സെക്രട്ടറി ലെവലിലേക്ക് വരുന്ന ഓഫീസേഴ്സിന്റെ എണ്ണം എന്താണ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. വിത്ത് ദ മജോറിറ്റി ബീങ് ഫ്രം ജനറൽ കാറ്റഗറി. ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് ഈ ആർട്ടിക്കിളിൽ പറയുന്നത് ടു അഡ്രസ് ദിസ് ഇംബാലൻസ് ദ ആർട്ടിക്കിൾ സജസ്റ്റ് റിവൈസിംഗ് ദ റിട്ടയർമെന്റ് ഏജ് ആൻഡ് ടെന്യൂർ പോളിസീസ് ഫോർ സിവിൽ സർവൻസ്. ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ഫിക്സഡ് ടെന്യൂവേഴ്സ് റിഗാർഡ്ലെസ് ഓഫ് എൻട്രി ഏജ് could help increase the representation of SC or ST and OBC officers at senior levels. അപ്പം ഈ ഓഫീസേഴ്സിന് എന്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്? ഈ ഇംബാലൻസ് തടയാൻ വേണ്ടി ഫിക്സഡ് ടെന്യൂവേഴ്സ് അവർക്ക് കൊടുക്കണം റിഗാർഡ്ലെസ് ഓഫ് ദ എൻട്രി ഏജ്. The piece proposes a fixed tenure of 35 years or adjustments to retirement age to ensure fairer opportunities for officers from marginalized backgrounds. It recommends forming an independent committee with diverse representation to explore these reforms. അപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കണം. ഇങ്ങനെയുള്ള സജഷൻസ് ഒക്കെ ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ഈ ആർട്ടിക്കിൾസിൽ നിന്ന് നമുക്ക് നോക്കാം. PYQ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ എത്തിക്കുന്നത്. 2014 ചോദിച്ചത് കൺസിഡർ ദ ഫോളോയിങ് ഡിസീസസ്: ഡിഫ്തീരിയ, സ്മോൾ പോക്സ്, ഡിഫ്തീരിയ, ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്. വിച്ച് ഓഫ് ദ above diseases has or have been eradicated in India? അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ 1 and 2 only, B 3 only, C 1, 2 and 3, D none of the above. അപ്പം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ രീതിക്കൊക്കെ ആയിരിക്കും ചോദ്യം ചോദിക്കുന്നത്. സോ ഈ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നമ്മൾ പ്രിലിംസിന് പഠിച്ചു പോവുക. ഓക്കെ, സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.